ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ പുതിയൊരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ക്രിപ്റ്ററിവ എന്ന പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ പ്ലാൻ നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ഇതേപോലെ നല്ലൊരു പ്ലാൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഞാനൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ല. നല്ല നല്ല പ്രൊജക്ടുകൾ കാണുമ്പോൾ അതിനെ മറ്റുള്ളവർ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ മാത്രമാണ്. വീഡിയോ ആരംഭിക്കാം. വെൽക്കം ടു ക്രിപ്റ്ററിവ, അൺലീഷിംഗ് പോസിബിലിറ്റീസ്. www.cryptoriva.com എന്നാണ് ഡൊമൈൻ നെയിം. എബൌട്ട് അസ് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചെയ്യുന്ന ട്രേഡിംഗ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മാനേജ്മെന്റിൽ ടിം ജോൺസ് ആണ് ഇതിന്റെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മിഷൻ ആൻഡ് വിഷൻ വളരെ വ്യക്തമായി ഇവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ PDF-ലും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ റിയൽ സർട്ടിഫിക്കറ്റ്, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ മൊണ്ടാനയിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ജെന്യൂൻ കമ്പനിയാണ് ഇത്. അതുപോലെ തന്നെ ഒണ്ടാരിയോ കാനഡയിലും ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ റവന്യൂ ക്രിയേഷൻ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്, ക്രിപ്റ്റോ AI ട്രേഡിംഗ് ഉണ്ട്, ആർബിട്രേജ് ട്രേഡിംഗ് ഉണ്ട്, കോപ്പി ട്രേഡിംഗ് ഉണ്ട്. 4 രീതിയിലുള്ള ട്രേഡിങ്ങിലൂടെയാണ് ഇവർ വരുമാനം കണ്ടെത്തുന്നത്. ആ വരുമാനമാണ് ഇതിന്റെ ഇൻവെസ്റ്റേഴ്സിനായിട്ട് കൊടുക്കുന്നത്. ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ക്രിപ്റ്റോ ട്രേഡിങ്ങും ഇതിനകത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ക്രിപ്റ്റോ കറൻസി 24 മണിക്കൂറുമാണ് ഇതിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. അതേസമയം ഫോറക്സ് ആണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ആണ് അതിന്റെ ട്രേഡിംഗ് ഉള്ളത്. ഇനി പാർട്ട്ണർ പാക്കേജുകൾ, ഇവിടെ 3 രീതിയിലുള്ള പാക്കേജുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെ പാക്കേജ് എന്ന് പറയുന്നത് സിൽവർ പാക്കേജ് ആണ്. മിനിമം $100 മുതൽ $999 വരെയാണ്. അപ്പൊ ഇതിന്റെ മന്ത്ലി പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിവാർഡ് എന്ന് പറയുന്നത് 6% മന്ത്ലി ഈ ഒരു സിൽവർ പാക്കേജ് എടുക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ഗോൾഡ് പാക്കേജ് എന്ന ഒരു പാക്കേജ് ആണ്. അത് മിനിമം എമൗണ്ട് $1000 മുതൽ $2499 വരെയുള്ള ഒരു പാക്കേജ് ആണിത്. ഇവിടെ മന്ത്ലി റിവാർഡ്സ് ആയിട്ട് ലഭിക്കുന്നത് 10% ആണ്. മൂന്നാമത്തെ പാക്കേജ് ആണ് എലൈറ്റ് എന്ന് പറയുന്നത്. ഇത് $2500 മുകളിലുള്ള പാക്കേജ് ആണിത്. 12% അവിടെ മന്ത്ലി റിവാർഡ്സ് ആയിട്ട് ലഭിക്കുന്നത്. ഇനി റിവാർഡ്സ് മന്ത്ലി പറഞ്ഞു 100 മുതൽ 999 വരെയാണെങ്കിൽ 6%. അതായത് ഇവിടെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാം. 100, 250, 500, അതായത് 999 കീഴിലുള്ളതാണ്. അതുകൊണ്ട് 6% മന്ത്ലി പ്രോഫിറ്റ്. പിന്നെ $1000 ആണെങ്കിൽ 1000 മുതൽ 2499 വരെ, അതായത് 2500-ന് $1 കുറവ് വരെയുള്ള പാക്കേജ് ആണ് എടുക്കുന്നെങ്കിൽ 10% ആണ്. 2500-ന് മുകളിലുള്ള എത്ര എമൗണ്ട് ആണെങ്കിലും 12%, 12% ലഭിക്കുന്നത്. പക്ഷെ ഇത് മന്ത്ലി അല്ല റിലീസ് ആകുന്നത്. വീക്കിലി നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്തെടുക്കാം. എങ്ങനെയാണ് വീക്കിലി വിഡ്രോ ചെയ്യുന്നത്? $100 ഇട്ട ഒരു വ്യക്തിയാണെങ്കിൽ മന്ത്ലി 6% പ്രോഫിറ്റ് ആണ്. വീക്കിലി പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1.5% വീക്കിലി എടുക്കാം. അങ്ങനെ 4 ആഴ്ച കൊണ്ട് 6%. 10%-ന്റെ പാക്കേജ് ആണെങ്കിൽ 2.5% വീക്കിലി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ എലൈറ്റ് പാക്കേജ് 2500-ന് മുകളിലുള്ള ഡോളറിന്റെ പാക്കേജ് ആണെങ്കിൽ 12% മന്ത്ലി ആണ്. പക്ഷെ അത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ വീക്കിലി 3% വീതം നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ടീം റിവാർഡ്സ്, ഇവിടെ മന്ത്ലി ടീം റിവാർഡ്സ് ഉണ്ട്. ഇതാണ് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക്, അതായത് ടീം ഡെവലപ്പ് ചെയ്ത് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അഥവാ മന്ത്ലി ടീം റിവാർഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ചാർട്ടാണിത്. ഇവിടെ ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിൽവർ പാക്കേജ് എടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ 5 ലെവലുകളിൽ നിന്നുള്ള വരുമാനമാണ് അവിടെ ലഭിക്കുന്നത്. ഇനി ഗോൾഡ് പാക്കേജ് എടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ 6, 7, 8 അങ്ങനെ ടോട്ടൽ 8 ലെവലുകളിലെ വരുമാനം ലഭിക്കും. എലൈറ്റ് പാക്കേജ് എടുത്തിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ വീണ്ടും 9ഉം 10ഉം ലെവലുകളൂടെ ലഭിക്കും. അതായത് 1 മുതൽ 10 വരെയുള്ള ലെവലുകളിലെ വരുമാനമാണ് എലൈറ്റ് പാക്കേജുകാർക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികൾ അവരാണ് നിങ്ങളുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലെവലിൽ ചേർന്നിട്ടുള്ള വ്യക്തികൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 5% എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത് എല്ലാ മാസവും ലഭിക്കുന്നതാണ്, ഒരു മാസം മാത്രമല്ല. മറ്റുള്ള പല കമ്പനികളും നമ്മൾ കണ്ടിട്ടുണ്ട് 1 ടൈം മാത്രമാണ് അവിടെ ഇൻകം ലഭിക്കുന്നത്, റെഫറൽ കമ്മീഷൻ അല്ലെങ്കിൽ റെഫറൽ ബോണസ് ലഭിക്കാറുള്ളത്. പക്ഷെ ഈ ഒരു പ്രൊജക്റ്റിൽ അങ്ങനെയല്ല, എല്ലാ മാസവും നമുക്ക് ഈ ഒരു പെർസെന്റേജ് ലഭിച്ചുകൊണ്ടിരിക്കും, മന്ത്ലി ലഭിക്കുന്നതാണ്. ഇത് 5%, 3%, 2%, 2%, 1% എന്ന് പറയുന്നത്
പറയുന്നത് വീണ്ടും ഇവരുടെ എമൗണ്ട് എന്ന് വരെ ഇവിടെ ഹോൾഡ് ഉണ്ട് അതുവരെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എല്ലാ മാസവും ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി സെക്കൻഡ് ലെവലിലുള്ള വ്യക്തികൾ അവര് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് 3% ആണ്. പക്ഷേ ഇത് വൺ ടൈം പ്രോഫിറ്റ് ആയിട്ടല്ല ലഭിക്കുന്നത്, ഇത് മന്ത്ലി ആയിട്ടാണ് ലഭിക്കുന്നത്. മന്ത്ലി ആയിട്ട് ലഭിക്കുന്ന ഈ ഒരു റിവാർഡ് 4 ആഴ്ച കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡിപ്പെൻഡിൽ ഏത് ദിവസങ്ങളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് അത് മുതൽ 1 വീക്കിന്റെ കാൽക്കുലേഷൻ ചെയ്താണ് ഇതിന്റെ പ്രോഫിറ്റ് ജനറേറ്റ് ആകുന്നത്. അപ്പോൾ വളരെ നല്ലൊരു സിസ്റ്റമാറ്റിക്കലി നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഇതിന്റെ ടീം റിവാർഡ്സ്, മന്ത്ലി റിവാർഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു റിവാർഡ്സ് 10 ലെവലുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലൈറ്റ് പാക്കേജ് എടുക്കണം. 8 ലെവലുകളിലെ ബിസിനസിന്റെ റിവാർഡ്സ് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് പാക്കേജ് ആയിരിക്കണം. നിങ്ങൾക്ക് ഒരു 5 ലെവലുകളിലെ മാത്രം ബെനിഫിറ്റ് മതി എങ്കിൽ നിങ്ങൾക്ക് സിൽവർ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഈ 5 ലെവലിലെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി സ്മാർട്ട് പെർഫോമൻസ് ചാർട്ട് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഒരു 3 വ്യക്തികളെ റെഫർ ചെയ്തെന്ന് വെക്കുക. ഈ 3 വ്യക്തികളും $500 വീതം ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ഡയറക്റ്റ് ആയിട്ട് $1500 ബിസിനസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ലെവലിലാണ് ഇവരുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എത്രയാണ് 5% ആണ് ലഭിക്കുന്നത്. 1500ന്റെ 5% എന്ന് പറഞ്ഞാൽ $75. ഈ $75 എല്ലാ മാസവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഏത് സമയത്താണോ $10 ബാലൻസ് ആകുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അപ്പൊ ഇവിടെ ഈ $1500 ബിസിനസ് എക്സാമ്പിൾ ആണ് പറയുന്നത്. നിങ്ങൾക്ക് 3 അല്ല 30 പേരെയോ 100 പേരെയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാം. $1500 ബിസിനസ് ഫസ്റ്റ് ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ $75 വീതം എല്ലാ മാസവും ലഭിക്കും. ഈ 75 എന്നുള്ളത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് മിനിമം $10 ആകുന്ന സമയത്ത് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. ഇനി സെക്കൻഡ് ലെവലിൽ ഈ വരുന്ന ഫസ്റ്റ് ലെവലിലുള്ള 3 വ്യക്തികൾ 3 പേരെ വീതം വീണ്ടും റിക്രൂട്ട് ചെയ്തു അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്തു എന്ന് വെക്കുക. അപ്പോൾ 9 പേരായി. 9 പേരുടെ 80 പേരും $500 വീതമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ $4500 ബിസിനസ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ 3% ആണ് ലഭിക്കുന്നത്. അങ്ങനെ $135 വീതം എല്ലാ മാസവും നിങ്ങൾക്ക് ലഭിക്കും. അത് വീക്കിലി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. രണ്ടാമത്തെ ലെവലിലുള്ള വ്യക്തികൾ 3 പേരെ വീതം റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ 27 മെമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെ $13500 വീതം പാക്കേജാണ് അവർ എടുക്കുന്നതെങ്കിൽ $13500 ആണ്. 2% വീതം $270 വീതം നിങ്ങൾക്ക് വീണ്ടും എല്ലാ മാസവും ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ മൂന്നാമത്തെ ലെവലിലുള്ള വ്യക്തികൾ 3 പേരെ വീതം ഇൻവൈറ്റ് ചെയ്യുന്നു. അവരും $500 ബിസിനസ് ആണ് ഓരോരുത്തരും കൊണ്ടുവരുന്നത് എങ്കിൽ 81 മെമ്പേഴ്സ് ആണ്. അങ്ങനെ $40500 ബിസിനസ് അവിടെ ഉണ്ടാവും. 2% വീതം നോക്കിയാൽ $810 വീതം എല്ലാ മാസങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കും. 4ാമത്തെ ലെവലിലുള്ള വ്യക്തികൾ 81 പേര് 3 പേരെ വീതമെങ്കിലും റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 5ാമത്തെ ലെവലിൽ 243 മെമ്പേഴ്സ് ഉണ്ടാവും. ഇവര് എല്ലാവരും കൂടെ ചേർന്ന് ഒരു $500 വീതം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ $1,21,500 ആണ്. അതിന്റെ 1% എന്ന് പറയുന്നത് പോലും $1215 ആണ്. $500 ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന മിനിമം 3 പേരെ വീതമെങ്കിലും ഓരോരോ വ്യക്തികളും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയ വരുമാനമാണ്. ഈ 5 ലെവലുകളിലെ മാത്രം വരുമാനം നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയ വരുമാനമാണ്. അതേസമയം നിങ്ങൾ വലിയ വലിയ പാക്കേജ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസം ലഭിക്കുന്ന ഒരു ഇൻകത്തിന്റെ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. $7,53,375 ഓരോ മാസവും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. മിനിമം ഒരു $500 വീതമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളുടെ എല്ലാ ടീമിലും വരുന്നത് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വരുമാനം എല്ലാ മാസവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഗ്ലോബൽ ബോണസ് എന്ന ഒരു ബോണസ് ഇവിടെ വളരെ നല്ലൊരു ബോണസ് ആണിത്. ഇത് പേഴ്സണൽ ID വോളിയം, അതായത് ഗോൾഡ് പാക്കേജ് ഉള്ളവർക്ക് ഇത് എലിജിബിൾ ആകുന്നത്, ഗോൾഡും അതിന് മുകളിലോട്ടുള്ളവർക്കും ഇത് എലിജിബിൾ ആണ്. ഇവിടെ പറയുന്നത് ഫസ്റ്റ് ലെവലിൽ $20,000 ബിസിനസ് ഉണ്ട്. സെക്കൻഡ് ലെവലിൽ $1,00,000 ബിസിനസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഗ്ലോബൽ ബോണസ് നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് ഗ്ലോബൽ ബോണസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഗ്ലോബൽ ബോണസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 5% കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 5% ഗോൾഡ് മെമ്പർഷിപ്പ് ഓർ ഹയർ. യു മസ്റ്റ് ഹോൾഡ് എ ഗോൾഡ് മെമ്പർഷിപ്പ് ഓർ ഹയർ. ഫസ്റ്റ് ലെവൽ ബിസിനസ് വോളിയം മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 25,000. സെക്കൻഡ് ലെവൽ ബിസിനസ് വോളിയം മസ്റ്റ് റീച്ച് എ മിനിമം $1,00,000. അങ്ങനെയാണ് എങ്കിൽ ക്വാളിഫൈഡ് മെമ്പേഴ്സ് റിസീവ് എ ഷെയർ ഓഫ് 5% മന്ത്ലി ടേൺ ഓവർ ബോണസ്. കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 5% ഈ ഗ്ലോബൽ ബോണസിന് എലിജിബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. അപ്പൊ അത് എല്ലാ മാസവും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വരുമാനമാണിത്. ഇനിയും ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം വിഡ്രോവല് $10 ആണ്. വീക്ക്ലി വിഡ്രോവൽ ഈസ് അവൈലബിൾ ഫോർ റിവാർഡ്സ്. നമുക്കുള്ള റിവാർഡ്സിന് വീക്ക്ലി വിഡ്രോവൽ ആണ്. ടീം റിവാർഡ് ആർ പ്രൊവൈഡഡ് വീക്ക്ലി.
ടീം റിവാർഡ് വീക്കിലി നമുക്ക് എടുക്കാൻ പറ്റും. മന്ത്ലി ആണ് ഇവിടെ ബെനിഫിറ്റ് പറയുന്നതെങ്കിലും വീക്കിലി ഡിസ്ട്രിബ്യൂഷൻ ആകും. എമൗണ്ട്സ് അപ് ടു 1000 ഹാവ് എ 90-day ലോക്കിംഗ് പീരീഡ്. നമ്മുടെ ക്യാപിറ്റൽ, അതായത് നമ്മൾ സിൽവർ പാക്കേജ് എടുത്തിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ അവർക്ക് 90 days അവരുടെ ക്യാപിറ്റൽ ലോക്കിംഗ് പീരീഡ് ആണ്. അതുവരെ അവർക്ക് ക്യാപിറ്റൽ പിൻവലിക്കാൻ പറ്റത്തില്ല. 90 daysന് ശേഷം നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് പിൻവലിച്ച് കൊണ്ടുപോകാം. അതേസമയം 1000 മുകളിൽ ഉള്ള പാക്കേജ് ആണ് എടുക്കുന്നത് എങ്കിൽ ആ എമൗണ്ട് 180 ദിവസത്തേക്ക് ലോക്കിംഗ് പീരീഡ് ആണ്. 180 ദിവസം കഴിഞ്ഞിട്ട് അവരുടെ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. 180 ദിവസം അവർക്ക് ക്യാപിറ്റൽ ഇവിടെ ലോക്കാണ്. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വളരെ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നുന്നത്. നെറ്റ്വർക്ക് അല്ലെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നവർക്ക് വളരെ നല്ല അവസരമാണിത്. ഇതിന്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഇതിന്റെ അഡ്രസ്സ്. അതുപോലെ തന്നെ വരുന്ന ജൂൺ മാസത്തിൽ ദുബായിൽ ഇവരുടെ വലിയൊരു ഓഫീസ് ഓപ്പണിംഗ് ആണ്. അതിന്റെ ലോഞ്ചിങ് പ്രോഗ്രാം എല്ലാം ചേർന്ന് പുതിയൊരു പ്രൊജക്ട് ആയതുകൊണ്ട് ഇതിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ദുബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ജൂൺ മാസം 15-ാം തീയതി ദുബൈയിൽ ഇതിന്റെ പുതിയ ഓഫീസ് ഓപ്പണിംഗ് ആണ്. അപ്പൊ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാം. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, ഫണ്ട് ആഡ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ട്, അത് കണ്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ക്രിപ്റ്റ് റിവാർഡ് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്കും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടാവും, അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.